ഹിറ്റ് ആയില്ലെങ്കിൽ പലപ്പോഴും പാട്ട് അൺനോട്ടിസ്ഡ് ആയിട്ട് പോകുന്ന ചില കേസസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു സിനിമയിൽ പാടിയ ഏതെങ്കിലും ഒരു പാട്ട് യു ഫീൽ നല്ലൊരു പാട്ടായിരുന്നു ഷോ, അത് കുറച്ചും കൂടെ അല്ലെങ്കിൽ ജനങ്ങൾ കണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ റീച്ച് ഉണ്ടായിരുന്നെങ്കിൽ അത് നന്നായിരുന്നതിനെന്ന് തോന്നിയ ഏതെങ്കിലും ഒരു പാട്ടുണ്ടോ? വിനു തോമസ് ആയിരുന്നു നമ്മുടെ ദൃശ്യത്തിനൊക്കെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം ആദ്യം മ്യൂസിക് ഡയറക്ടറുടെ ഒരു ഫിലിമായിരുന്നു നോട്ട് ഔട്ട് എന്നുള്ളൊരു ഫിലിം. അപ്പോൾ അത് നല്ലൊരു പാട്ടാണ് അതിൻ്റെ അകത്തുള്ള നീലക്കുയിലേ എന്നുള്ളൊരു പാട്ടാണ്. നീലക്കുയിലേ നീലക്കുയിലേ മഴവിൽ ചോട്ടിൽ വരുമോ, ചോലക്കിളിയേ ചോലക്കിളിയേ കനവിൽ ഈണം പകരൂ. നല്ലൊരു മെലോഡിയസ് ആയിട്ടുള്ളൊരു സോങ്ങാണ്. അപ്പോൾ ഈ പാട്ട് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ് തന്നെയാണ്. പക്ഷേ ഇത് അത്രയ്ക്ക് അങ്ങോട്ടൊരു ശ്രദ്ധ പിടിച്ചു പറ്റിയില്ല. കമ്മിങ് ടു അനദർ വെരി പോപ്പുലർ സോങ് കൂട്ടിമുട്ടി എന്ന് പറഞ്ഞ പാട്ട്, ഭയങ്കര ഒരു നോട്ടിനെസ്, അതേപോലെ തന്നെ ലവ്, അതിനകത്ത് പല ഇമോഷൻസും നമുക്ക് ഫീൽ ചെയ്യും. വണ്ടർഫുൾ വിഷ്വൽസ്, എല്ലാം ഉണ്ട്. നല്ലൊരു ഫീൽ ആയിരുന്നു ആ സിനിമ മൊത്തം. ആ പാട്ട് എസ്പെഷ്യലി അതിനകത്ത് വളരെ എനിക്ക് തോന്നുന്നു ഒരുപാട് അപ്രോപ്രിയേറ്റ് സോങ് ആയിരുന്നു ഫിലിമിന് വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ലാൽ ജോസ് സാറിൻ്റെ എല്ലാ പടങ്ങളിലും അതിനുശേഷം ഇപ്പം ഡയമണ്ട് നെക്ലസിൽ പാടി, പിന്നെ അയാൾ ഞാൻ തമ്മിൽ എനിക്കൊരു ചാൻസ് തന്നായിരുന്നു. പിന്നെ ഇമ്മാനുവൽ അഫ്സൽ യൂസഫ് മ്യൂസിക് ഡയറക്ടർ, അതും ലാൽജോ സാർ തന്നെ അതിൽ കിട്ടി. അതിനുശേഷമാണ് പുള്ളിപ്പുലി വരണത്, അതിലും പാടാൻ പറ്റി. അപ്പോൾ ആ പാട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സുജാത ചേച്ചി വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സിംഗറാണ്. അപ്പോൾ ചേച്ചിയോടൊപ്പം എനിക്ക് നല്ലൊരു ഡ്യുവറ്റ് സോങ് പാടാൻ പറ്റി. കൂട്ടിമുട്ടിയ കണ്ണു ചൊല്ലണ കൂട്ട് നിന്റെ ചൂട്, പണ്ട് തൊട്ടിണ ചുണ്ട് തേടണ വണ്ടറിഞ്ഞ സ്വാദ്. കൂട്ടിമുട്ടിയ കണ്ണു ചൊല്ലണ കൂട്ട് നിന്റെ ചൂട്, പണ്ട് തൊട്ടിണ ചുണ്ട് തേടണ വണ്ടറിഞ്ഞ സ്വാദ്. ചൊല്ലണ കൂട്ട് നിന്റെ ചൂട്, പണ്ട് തൊട്ടിണ ചുണ്ട് തേടണ വണ്ടറിഞ്ഞ സ്വാദ്. കുളിരിന്റെ ജ്വാലയിൽ കൊതിരുന്ന രാവിതിൽ, കരളിന്റെ തോണിയിൽ പിടയുന്നു മീനുകൾ, അത് പൊള്ളിയുന്നു മതി വന്നുവെന്നോ, ഇണപോലെ തമ്മിൽ പങ്കിടണ്ടേ ഈറൻ മാറാതെ. കൂട്ടിമുട്ടിയ കണ്ണു ചൊല്ലണ കൂട്ട് നിന്റെ ചൂട്, പണ്ട് തൊട്ടിണ ചുണ്ട് തേടണ വണ്ടറിഞ്ഞ സ്വാദ്. So how important is good lyrics to a song? ലിറിക്സ് സത്യം പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. കാരണം ഇപ്പം പലപ്പോഴും സത്യം പറഞ്ഞാൽ ആൾക്കാർ ഇപ്പോൾ പാട്ട് കേൾക്കുമ്പോൾ ആരാണ് മ്യൂസിക് ചെയ്തത്, ലിറിക്സ് എഴുതിയത് ആര്, കാരണം ഇതൊക്കെ എഴുതുന്നതിന് കുറച്ച് വളരെ ഈസി ആയിട്ട് എഴുതുന്ന കാര്യമല്ല. വളരെ അങ്ങനെ ഒരു എഴുതാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഒരു എന്താണ് മോളുള്ള ഒരു ബ്ലെസ്സിങ്ങോട് കൂടി, കാരണം വളരെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്നൊരു സംഭവമല്ല. അപ്പോൾ അത് കഴിവിന് നമ്മൾ മാക്സിമം അംഗീകരിക്കണം. അത് ആരാണ് എഴുതിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുപോലെ തന്നെ പാട്ട് പാടിയവർ പലരും, ഇപ്പോൾ ഞാൻ പാടിയ പാട്ട് പലർക്കും അറിയത്തില്ല. ഞാനാണ് പാട്ട് ഹിറ്റായ പാട്ടുകൾ, പല പാട്ടുകളും ഞാനാണ് പാടിയെന്നുള്ളത് അതെ. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് ഇങ്ങനെയുള്ള ഒരു അവസരങ്ങൾ കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഷെയർ ചെയ്യാൻ പറ്റുന്നത്, ഇന്ന പാട്ട് ഞാനാണ് പാടിയെന്നുള്ള. ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന സിനിമയിലേക്ക് വരാണെങ്കിൽ അതിനകത്തും ഒരു മനോഹരമായ ട്രാക്ക് നല്ല പാട്ടാണ്. വളരെ ഇന്നസെന്റ് ലവ്. അപ്പോൾ അത് പക്ഷെ ആ പാട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പാടിയതാണെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ ആ പാട്ട് എന്തായാലും ഞാനാണ് പാടിയിട്ടുള്ളത്. പാട്ട് പാടാം. ഓക്കെ. കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി, കിന്നാര പൂങ്കുഴൽ പാട്ടു നീ, എന്നാളുമെൻ പ്രിയ തോഴി നീ, മുത്തേ നിന്നെ മുത്തി നിൽക്കും കാറ്റിനും അനുരാഗമോ, ദേവുദാനാദീം താന ദേവുദാനാദീം താന ദേവുദാനാദീം താനാനാനാ, ദേവുദാനാദീം താന ദേവുദാനാദീം താന ദേവുദാനാദീം
കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി, കിന്നാര പൂങ്കുഴൽ പാട്ടു നീ, എന്നാളുമെൻ കളിത്തോഴി നീ. മുത്തേ നിന്നെ മുത്തി നിൽക്കും കാറ്റിനും അനുരാഗമോ. കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി, കിന്നാര പൂങ്കുഴൽ പാട്ടു നീ, എന്നാളുമെൻ കളിത്തോഴി നീ. മുത്തേ നിന്നെ മുത്തി നിൽക്കും കാറ്റിനും അനുരാഗമോ. ഓക്കെ, അപ്പം ഞാൻ ചെറിയൊരു ചാലഞ്ച് തരാൻ പോവാണ്. എല്ലാം മിക്കതും റൊമാൻറ്റിക് സോങ്സ് ആണല്ലോ പാടിയിട്ടുള്ളത്. ശരി ശരി, ഞാൻ നോക്കട്ടെ. അല്ല, അടിച്ചുപൊളി പാട്ടുകൾ ഏതെങ്കിലും കേട്ടിട്ടുള്ളപ്പോൾ എനിക്കിത് പാടിയാൽ കൊള്ളാമായിരുന്നു, ഇല്ലെങ്കിൽ അത് പാടിയാൽ നന്നായിരിക്കും എന്ന് തോന്നുന്ന ഒരു ഗാനം എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു അടിച്ചുപൊളി പാട്ട്? അടിച്ചുപൊളി ഇപ്പോൾ തമിഴ് പാട്ടുകളൊക്കെ ഇപ്പോൾ എനിക്ക് ഭയങ്കര റഹ്മാൻ ഫാനാണ് ഞാൻ. റഹ്മാൻജിയുടെ എല്ലാ പാട്ടുകളും വളരെ, എൻ്റെ സഹോദരങ്ങൾ വളരെ ഭയങ്കര മാഡ് ഫാൻസാണ്. അത്രയ്ക്കും വളരെ ചെറുപ്പത്തിൽ വളരെ പണ്ടോട്ടുള്ള കളക്ഷൻസ് വീട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ അടിപൊളി സോങ്സിനോടൊക്കെ അങ്ങനെ എല്ലാ ജോണേഴ്സിലുള്ള മ്യൂസിക്കിനോട് ഒരു ഇൻട്രസ്റ്റ് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഭയങ്കര ഇപ്പം എനിക്ക് പാടാൻ ഇപ്പം അങ്ങനെ തോന്നുവാണെങ്കിൽ എനിക്ക് ഇപ്പോൾ വരാക നദിക്കരോരം, പക്ഷെ അതൊരു അടിപൊളിയുടെ കാറ്റഗറി പെടാൻ പറ്റില്ല. ഇപ്പോൾ ഉപ്പുക്കര പാടും, ഇപ്പോൾ ശങ്കർ മാധവ് പാടുന്ന പാട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ ആ റേഞ്ചൊന്നും എനിക്ക് കിട്ടത്തില്ല. പക്ഷേ എൻ്റെതായ പിച്ചിൽ എനിക്ക് പാടി വലിപ്പിക്കാൻ പറ്റുന്ന പാട്ടുകളാണ്. പിന്നെ വേറെ പാട്ടുകൾ ഇപ്പം പയ്യയിലെ പാട്ട് അടടാ മഴടാ എന്നൊക്കെയുള്ള പാട്ടുണ്ടല്ലോ, അതൊക്കെ ഒരു ഡപ്പാങ്കുത്ത്. അത് പാടാം. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിയ വോയിസ് കൾച്ചറിനുള്ള പാട്ടുകളാണ്. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പാടാൻ പറ്റും. അടടാ മഴടാ അടമഴടാ, അഴക സിരിച്ചാൽ പുയൽ മഴടാ, മാറി മാറി മഴയടിക്ക മനസ്സുക്കുള്ള കൊടയടിക്ക, കാൽകൾ നാലാച്ച് കൈകൾ എട്ടാച്ച്, എന്നാച്ച് ഏതാച്ച് ഏതേതോ ആയാച്ച്, മയിൽ തോക പോല ഇവ മഴയിലാടും പോത്, റയിൽ താളം പോല എൻ മനസ്സ് വാഴും പാറ്, എന്നാച്ച് ഏതാച്ച് ഏതേതോ ആയാച്ച്, അടടാ മഴടാ അടമഴടാ. നജീം അർഷദിൻ്റെ കുറച്ച് പാട്ടുകൾ നമ്മൾ ഇന്ന് കേട്ടു. ഇനിയും കുറേ നല്ല പാട്ടുകൾ കേൾക്കാനുണ്ട്. മെഡ്ലി, അതുപോലെ തന്നെ പാട്ടിൻ്റെ വിശേഷങ്ങളും ഇനിയും നമുക്ക് കേൾക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നജീം അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ഒപ്പം ഉണ്ടാവും. നജീം, താങ്ക് യു സോ മച്ച് ആൻഡ് വിൽ സീ യു നെക്സ്റ്റ് വീക്ക്.